ഏറ്റുമാനൂർ ഗവൺമെന്റ് ITIയുടെ കോമ്പൗണ്ട് തെരുവ് നായ്ക്കളുടെ വിഹാര കേന്ദ്രമാകുന്നു. കോമ്പൗണ്ടിൽ നായ്ക്കൾ പെറ്റുപെരുകിയതോടെ വിദ്യാർത്ഥികളും അധ്യാപകരും ജീവനക്കാരും ഭയത്തോടെയാണ് ഇവിടെ വന്നുപോകുന്നത്. ഏറ്റുമാനൂർ ഗവൺമെന്റ് ITIയുടെ കോമ്പൗണ്ടും പരിസരവും തെരുവ് നായ്ക്കളുടെ താവളമായി മാറിയിരിക്കുകയാണ്. ഇവിടെ നായ്ക്കൾ കൂട്ടമായി അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നത് മൂലം വിദ്യാർത്ഥികളും അധ്യാപകരും ഉൾപ്പെടെയുള്ളവർക്ക് ഭീഷണിയാവുകയാണ്. നായ്ക്കൾ പെറ്റുപെരുകി കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ കോമ്പൗണ്ടിലൂടെ ഓടി നടക്കുകയാണ്. ITIയുടെ പ്രധാന സ്റ്റേജിലും വർക്ക്ഷോപ്പുകളിലും തെരുവ് നായ്ക്കൾ കൂട്ടമായി വന്നു കിടക്കുകയാണ്. സ്റ്റേജിൽ പരിപാടികൾ നടക്കുന്ന സമയത്തു പോലും നായ്ക്കൾ വിദ്യാർത്ഥികളുടെ ഇടയിലൂടെ ഓടി നടക്കുകയാണ്. നായശല്യം രൂക്ഷമായതോടെ ITI അധികൃതർ കലക്ടർക്കും അതിരമ്പുഴ പഞ്ചായത്തിലും പരാതി നൽകിയിരുന്നു. ഏതാനും നായ്ക്കളെ വന്ധ്യംകരണം നടത്തിയിരുന്നു. പലരും നായ്ക്കളെ ITI കോമ്പൗണ്ടിൽ ഉപേക്ഷിക്കുന്നതായും ചിലർ സന്ധ്യ മയങ്ങിയ സമയങ്ങളിൽ ഭക്ഷണം എത്തിച്ചു നൽകുന്നതായും പറയപ്പെടുന്നു. TTI കോമ്പൗണ്ടിൽ തെരുവ് നായ്ക്കളുടെ വലിയ കൂട്ടം കാണപ്പെട്ടതോടെ അധ്യാപകരും വിദ്യാർത്ഥികളും ജീവനക്കാരുമെല്ലാം ഭയത്തോടെയാണ് ഇവിടെ വന്നു പോകുന്നത്. നമ്മുടെ ഏറ്റവും ITIയിൽ ഒരു 10-40 പട്ടിയോളം കിടപ്പുണ്ട്. അതായത് വളർത്തിയിട്ട് ബെൽറ്റോട് കൂടി കൊണ്ടുവന്ന് അതിൻ്റെ വാതിക്കലോട് കൊണ്ട് തള്ളുവാണ്. അപ്പം 10,000 കുഞ്ഞുങ്ങളോളം അവിടെ പഠിക്കുന്നുണ്ട്. പിള്ളേർക്ക് ഭീഷണി, മറ്റുള്ള ജീവനക്കാർക്കെല്ലാം ഭീഷണിയാണ് ഈ പട്ടികൾ പെറ്റുപെരുകിയിട്ട്. അപ്പോൾ അത് ഭക്ഷണം കിട്ടാതെ വരുമ്പോഴത്തേനും അത് ആക്രമിക്കുന്ന രീതിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അതിരമ്പുഴ പഞ്ചായത്തിൻ്റെ കീഴിൽ വന്ധീകരിക്കാനായിട്ട് ഒരു വന്ധീകരിക്കുന്ന ഇത് അവിടെ നിന്ന് വന്ന് പട്ടികളെല്ലാം കുറേ എണ്ണത്തെ പിടിച്ചു വന്ധീകരിച്ചു. പക്ഷേ പിന്നെയും പട്ടി പെറ്റുപെരുകി അതിൻ്റെ അകത്ത് പിന്നെയും കുഞ്ഞുങ്ങൾ ഇരട്ടിക്കുവാണ് അതിൻ്റെ അത് ചെയ്യുന്നത്. വിദ്യാർത്ഥികളുടെ പുറകെ നായ്ക്കൾ കൂട്ടമായി നടക്കുന്ന കാഴ്ചയും ഇവിടെയുണ്ട്. റോഡിലൂടെ സഞ്ചരിക്കുന്ന കാൽനട വാഹന യാത്രക്കാർക്കും ഭീഷണി ഉയർത്തി തെരുവു നായ്ക്കൾ ITIയുടെ പ്രവേശന കവാടത്തിന് മുന്നിലും വന്ന് തമ്പടിക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾക്കുൾപ്പെടെയുള്ളവർക്ക് ഭീഷണിയായി ഇവിടെ കൂട്ടം കൂടിയിരിക്കുന്ന തെരുവു നായ്ക്കളെ ഉന്മൂലനം ചെയ്യുന്നതിനുള്ള നടപടി അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് ആവശ്യം ഉയരുന്നത്. i4A ന്യൂസ്, ഏറ്റുമാനൂർ.